ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു 10 മണിയാവും നീക്കാൻ തന്നെ വേണ്ടിയിട്ട്. ഡാ നമുക്ക് ചോറ് വേണ്ടേ? ഡാ ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ, സൺഡേ ആണ്. അപ്പോൾ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കും, അതാണ് നല്ലത്. എവിടെ വെച്ചാലും ക്ലിയർ ഇല്ല, അപ്പം പിന്നെ കയ്യിൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എന്ന് പറയുമ്പോൾ 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, സമയത്തിനായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി വൈകിട്ടാണ് എണീറ്റ്. എല്ലാവരും എണീറ്റിട്ടുണ്ടെന്ന് കണ്ണുകുട്ടീനോട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. വേഗം കിച്ചണിൽ കയറിയിട്ട് നമുക്ക് ചായയും ദോശ ഉണ്ടാക്കണം. അരിപ്പൊടി ദോശയാണ്. അങ്ങനെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൽ നിന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ സമയം വൈകും. എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ചില സമയത്ത് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാൻ നോക്കാം. ഇനി സംസാരിച്ച് നിന്നുകൊണ്ടിരുന്ന ആ സമയം ഒരുപാട് അങ്ങോട്ട് വൈകി പോകും. അതുകൊണ്ട് നമുക്ക് വേഗം ദോശയും ചട്നി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം അമ്മമ്മ കഴിച്ചിട്ട് ഓടിപ്പോണം ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ചായ ഇവിടെ എല്ലാവർക്കും ആവശ്യമൊന്നുമില്ല, എനിക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ചിലപ്പോൾ എങ്ങാനും കണക്കുട്ടി ചോദിച്ചാലായി. അപ്പോൾ ഞാനൊരു ഗ്ലാസ് അധികം അങ്ങോട്ട് വെക്കും. എനിക്കിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചായ സിപ്പടിക്കണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ കുറേ നേരം ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും ഒരു 10-11 വരെ എനിക്കൊരു ഗ്ലാസ് ചായ നീട്ട് പാടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കഴിക്കേണ്ട. എനിക്കൊരു 11 വരെ ഞാൻ പിടിച്ച് നിന്നോളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു വിറവൽ വരും. അപ്പോൾ എനിക്ക് ചായ കടിയൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. അതുവരെ ഈ ഒരു ഗ്ലാസ് ചായയിൽ ഞാൻ പോകുന്നതാണ് പറയണത്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് നമ്മുടെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടി എടുത്ത് വെച്ചു. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കി പറഞ്ഞ ദോശ എന്ന് പറയും. നമ്മുടെ മലപ്പുറത്തേരുടെ അരിദോശ, നീർദോശ ആ സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ദോശക്കല്ലില്ല, പാനിൽ വെച്ചിട്ടാണ് ഞാൻ ചൂടുന്നത്. വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കും കണ്ണുകുട്ടിക്ക് ഈ ദോശ ഇഷ്ടമാണ്, പൂജട്ടിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ എന്തായാലും വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദോശയ്ക്കുള്ള മാവ് എടുത്തു, ഉപ്പിട്ടു, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഴയ്ക്കാൻ. ചിലർക്ക് എങ്ങാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ച് കുഴച്ചോളൂ. ഇവിടെ ഞങ്ങൾക്ക് 3 ആൾക്കും ആയതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ മാവൊക്കെ കുഴച്ച് കുറച്ചധികം നേരം കുഴക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ ഈ വാങ്ങണ പൊടിയായ കാരണേ പല ടൈപ്പ് പൊടികളായിരിക്കും. ചിലപ്പോൾ ആ ഒരു ദോശയ്ക്ക് സോഫ്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഈ പൊടി ഏതാണെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല, എന്താവും എന്നുള്ളതും എനിക്ക് വലിയ ധാരണ ഇല്ല. അപ്പോൾ കുഴച്ച് പാകത്തിന് വെള്ളമൊക്കെ ആക്കി ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും നമ്മുടെ ചായ തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഒരു 1/4 മുറി നാളികേറുണ്ട്. ഇത് വെച്ചിട്ട് ചട്നി ഇത്ര മതി. അത് മൊത്തം ഞാൻ എടുക്കില്ല, ലേശം ഞാൻ എടുത്ത് വെക്കും എന്തിനെങ്കിലും വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നാളികേരത്തിനൊക്കെ ഇപ്പോൾ വില ഒരുവിധം കുറഞ്ഞു. ഇത്രേ വെളിച്ചെണ്ണയ്ക്ക് കുറഞ്ഞു, അപ്പോൾ നാളികേരത്തിനും കുറയുമല്ലോ. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ ഒരു 1/2 മുറി മാത്രമേ ഉള്ളൂ. 3/4 മുറി ഉണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള നമ്മുടെ ചട്നിക്കുള്ളതും ചിരകി വെച്ചു. അതിലേക്ക് 2 പച്ചമുളക്, ഒരു കുഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം, വേപ്പിലെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ ചിരവ കയ്യോടെ കഴുകിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തൂക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങി അങ്ങോട്ട് സെറ്റായി കിട്ടിക്കോളും. ചായയുടെ വെള്ളം തിളച്ചപ്പോൾ പഞ്ചസാര, ചായപ്പൊടി ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എനിക്ക് ലൈമിൻ്റെ അല്ലാത്ത സർവത്തിൻ്റെ കളറ് ചായയാണ്, കട്ടൻ ചായ ഇഷ്ടം. ഒരുപാട് സ്ട്രോങ് കയ്പ്പ് കളറ് അതുപോലെ നല്ല ഡാർക്ക് കളറൊക്കെ ഉള്ള ചായ എനിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നുള്ളി ചായപ്പൊടി ഇട്ടുള്ളൂ. എന്നിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് വേഗം നമ്മുടെ ചട്നി അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ സൺഡേ ആണെങ്കിൽ ഇവിടെ കറണ്ട് എപ്പോഴും, സൺഡേ എന്നൊന്നും ഇല്ല കേട്ടോ, ഇവിടെ എപ്പോഴും കറണ്ട് ഉണ്ടാവില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് പോയ പോലെയാണ്. നമ്മുടെ അമ്മമാരെ വീട്ടിലേക്ക് വിരുന്ന് പോയി നമ്മൾ കുറേ ദിവസം നിൽക്കില്ല, അമ്മ വീട്ടിലേക്ക്. അതുപോലെയാണ്, രാവിലെ പോയി വൈകിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്നിക്കുള്ളത് വേഗം അങ്ങോട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറണ്ട് പോയാലും പോയില്ലെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ ചായ ആയി, ചട്നിക്കുള്ളത് അരച്ച് വെച്ചുകൊണ്ട് നമുക്ക് വേഗം ചട്നി വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം. ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും യൂഷ്വൽ എല്ലാ ചട്നി വറുത്തിടുന്ന പോലെ തന്നെ ചിലർ വറുത്തിടാറില്ല, എനിക്ക് വറുത്തിടണം കേട്ടോ. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, വേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ചട്നി അങ്ങോട്ട് വറുത്തിടാം കേട്ടോ. അപ്പോൾ ദാണ്ടേ ചട്നി ആയിട്ടുണ്ട്. ചട്നി തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കില്ല, ചൂടാകുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്യും. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്കാണ് വറുത്തിടുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട്, ചട്നി അരച്ചത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വറുത്തിടും ചെയ്യും. നമുക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാൻ ചട്നിയൊക്കെ ആക്കി റെഡിയാക്കി. ഇത്തിരി ഉപ്പ് എടുത്തത് ഏറിപ്പോയി. അപ്പോൾ എപ്പോഴും ഇപ്പം ഞാൻ ഉപ്പിടുന്നത് ഏറിപ്പോയി. എനിക്കാണെങ്കിൽ കറക്റ്റുമാണ്. ഇവർക്കൊക്കെ ഞാനിടുന്ന ഉപ്പ് കുറച്ച് കൂടുതലാണ്. എനിക്കത് കുറച്ച് കുറവാവണ പോലെയും തോന്നുന്നുണ്ട്. എന്ത് കുന്താന്നാവുമെന്ന് അറിഞ്ഞൂടാ.
അപ്പോൾ ചട്നിയായി അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്, സമാധാനമായി. ഇനി വേഗം നമുക്ക് ദോശ ഇങ്ങോട്ട് കലക്കിപ്പാർന്ന് ദോശ ചുട്ടെടുക്കാം കേട്ടോ. ദോശക്കല്ല് എപ്പോഴും ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ മറന്നു പോവാണ്. ആ ഒരു നല്ലെണ്ണയൊക്കെ തേച്ച് ഒരു ഷേന്നൊരു ഒച്ചയൊക്കെ വന്നിട്ടുള്ള ദോശയും ആ ഒരു എണ്ണയുടെ സ്മെല്ലും അതൊരു വേറെ വൈബാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മറക്കാം നമുക്കൊരു ദോശക്കല്ല് മേടിക്കണം. ഇങ്ങനെ ദോശ ഉണ്ടാക്കി അതൊരു സീനായിട്ട് ഇങ്ങനെ കൈയോട് എടുത്താൽ കിട്ടണ രീതിക്കുള്ള ദോശക്കല്ലാവണം. അത് മയക്കി ഇത്തിരി പാടാണ്. മയക്കാൻ പിന്നെ പണ്ടത് ഞാൻ മിടുക്കിയായതുകൊണ്ട് നമുക്കൊരു ദോശക്കല്ല് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു പാനിൽ ചൂടാവണ സമയം കൊണ്ട് ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം അങ്ങോട്ട് കഴുകി വെച്ചു. ഞാൻ പറയാറുണ്ടല്ലോ അതിങ്ങനെ കൂടി കിടക്കണമ്പോൾ എനിക്ക് വട്ടാവും. അപ്പോൾ ആ പാത്രം ചൂടാവണ സമയം മതി നമുക്ക് ആ ഒരു 3-4 പാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴുകി അതാത് സ്ഥലത്ത് അങ്ങോട്ട് വെച്ചപ്പോഴേക്കും നമ്മുടെ ദോശക്കല്ല് അങ്ങോട്ട് ചൂടായിട്ടുണ്ട്. ഇനി അത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടൊരു പാത്രവും ദോശ എടുത്തിടാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റും കൂടെ എടുത്തിട്ട് വേഗം നമുക്ക് ദോശ ചൂടാം. ആ ഒരു ദോശ കലക്കിയ ഇതില്ലേ മാവ്, അതിനകത്തേക്ക് ലേശം നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതുണ്ടോ ഈ ഒരു ക്ഷീന്നൊരു സൗണ്ട് കേട്ടാണ് ചെറുതിലൊക്കെ ഞങ്ങൾ നീട്ട് വരാം. മിക്കത് വീട്ടിൽ നമ്മുടെ മലപ്പുറത്തുകാരുടെ വീട്ടിൽ രാവിലെ ഈ ഒരു ദോശ തന്നെയായിരിക്കും. ഞങ്ങളുടെ വീട്ടിലും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. ഇവിടെ പൂജയ്ക്ക് മാത്രമേ ഇഷ്ടമല്ലാത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ മിക്കതും ഉണ്ടാക്കാറില്ല. എനിക്ക് അമ്മ ഉണ്ടാക്കി കൊടുത്തയക്കുക ചെയ്യുക. അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഞാനൊരു ഗ്ലാസ് ചായയും കൂടെ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഇത്തിരി നേരം അങ്ങനെ ഒരു എനർജി ആയിട്ട് നിന്നോളും. എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് ചായ ഇടണം കേട്ടോ. അപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് കിട്ടും, പക്ഷെ അത് ഒഴിക്കാൻ വേണ്ടി ഒരു നേക്കാണ്. ടപ്പേന്ന് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റില്ല, നമ്മുടെ ദോശക്കല്ലിൽ ഒഴിക്കണ പോലെ കേട്ടോ. ആ നടുക്ക് ഇത്തിരി ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. കുറേ ആയുമല്ലോ പാനിൽ, അതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ അത് ഒഴിക്കാൻ വേണ്ടി ഇത്തിരി പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ട അതിൻ്റെ ഇടയിൽ വന്നിരിക്കണ്ടേ. ഇടയ്ക്കും തലയ്ക്കും അമ്മയും മക്കളൊക്കെ വന്നിരിക്കാറുണ്ട് കേട്ടോ. 2 കുട്ടികളുണ്ട്. നമ്മൾ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ ഭയങ്കര കുറുമ്പാണ് കേട്ടോ. നമ്മൾ ഫുഡ് കൊടുത്താലൊരു സംശയമാണ്, കുറേ നേരം നമ്മൾ നോക്കി പേടിയാണ് കേട്ടോ. നമ്മൾ പോയി അത് നോക്കി അങ്ങനെ ഇത്തിരി സമയം എടുക്കും ആൾക്കാർ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. ഞാൻ കണ്ട് അപ്പം വേഗം എൻ്റെ കണ്ണിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഫുഡ് കൊടുക്കും. അപ്പോൾ കഴിക്കും കേട്ടോ. ചിലപ്പോൾ ഇല്ലേ അവർ ആ ഫുഡ് ചോറുണ്ടില്ല, അതിലുള്ള പീസുകളൊക്കെ പെറുക്കി കഴിക്കും, മീനൊക്കെ ആണെങ്കിൽ. അങ്ങനെ കുറച്ച് വിളവത്തരമുള്ള പൂച്ചക്കുട്ടികളാണ്. നമ്മുടെ ദോശയും ചട്നി കട്ടൻ ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനും കണ്ണൻകുട്ടിയും കുടിക്കട്ടെ. പൂച്ചട്ടിക്ക് ഇത് വേണ്ട അത്രേ. അപ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ എന്തുണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്, ആളത് കഴിച്ചോളാം എന്നാണ് പറയണത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ വേറെ രക്ഷയൊന്നും. വീട്ടിലാകെ 2 ആളേ ഉള്ളൂ. അപ്പോൾ അല്ല 2 ആളല്ല, 2-3 ആളേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഒരു 3-2 ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാങ്ങില്ല. ഒരെണ്ണം ഉണ്ടാക്കും, കഴിക്കണവർ കഴിക്കുക, അല്ലാത്തൊരു വേറെ എന്തെങ്കിലും കഴിച്ച് വയറ് നിറയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. മിക്കത് ചിലപ്പോൾ ന്യൂഡിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾ കഴിപ്പോൾ ഞാൻ ന്യൂഡിൽസും കൊണ്ടുവരാറില്ല കേട്ടോ. ഒരു വാർത്ത കേട്ടതിൻ്റെ ശേഷം എനിക്ക് പേടിയാണ്. ചായ കുടിച്ചോ, അവൾ നേന്ത്രപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ട് കഴിച്ചിട്ട്. ഇനി പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് വേഗം ആ പാത്രങ്ങൾ അങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി ഇവിടെ കുട്ടി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്ത് കൊടുക്കും. എനിക്ക് എങ്ങടെങ്കിലും പോവുകയാണെങ്കിൽ വീട് അങ്ങോട്ട് ക്ലീൻ ആവണം, പ്രത്യേകിച്ച് അടുക്കള. അപ്പോൾ അതുകൊണ്ട് വേഗം ഇതങ്ങോട്ട് ആക്കി വയ്ക്കുക. വന്നിട്ട് നമുക്ക് അടിച്ചു വാരാം കേട്ടോ. വലിയ അലമ്പൊന്നുമില്ല. നമ്മളിത് രാത്രിയിലല്ലേ, വൈകിട്ടല്ലേ അടിച്ചു വാരി തുടച്ചിടുക. അതുകൊണ്ട് പിന്നെ വലിയ അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അടിച്ചു വാരാൻ വേണ്ടി നിൽക്കണില്ല. കിച്ചൺ അങ്ങോട്ട് ഒതുക്കി പെറുക്കി വെച്ച് കഴുകിയിട്ട് നമുക്ക് എന്താക്കാം, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഒന്ന് മേല് കഴുകണം, കുളിക്കണം. തല നനയ്ക്കില്ല, മേലെ കഴുകിയിട്ട് നമുക്ക് പോയിട്ട് വരാം. എന്താ വെച്ചാൽ പോയി വന്നിട്ട് നമുക്ക് ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ വൈകിട്ട് വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ തല നനച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അതാത് സ്ഥലത്തെടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ വേഗം പോയിട്ട് ടപ്പേ തന്നെ കുളിക്കട്ടെ. പൂജട്ടിയും കണ്ണൻകുട്ടിയൊക്കെ അവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 10:30 കഴിയുമ്പോഴേക്കും ഡോക്ടർ വരും. ഇനി ആൾ വല്ല സർജറിക്കും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഹുദയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഉച്ചരിഞ്ഞിട്ട് സൺഡേ രാവിലെയാണ് ഉണ്ടാവുക, ഉച്ചരിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധാരണയിൽ നമുക്ക് വേഗം പോയിട്ട് വേഗം വരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കിച്ചൺ ടാബും സ്റ്റൗവൊക്കെ തുടച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ എനിക്ക് വന്ന് കയറി കഴിഞ്ഞ് എന്തോ ഒരു നെഗറ്റീവ് അടിക്കും കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. കണ്ണൻകുട്ടീനെ കാണിച്ചിട്ട് എന്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് കേട്ടോ. അതിൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. സമയമില്ല, നേരം വൈകിയതാ. പോയിട്ട് വേഗം കാണിച്ചിട്ട് വരാം കേട്ടോ. വരുന്ന വഴിക്ക് നമുക്ക് കറി വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കണം, എന്നിട്ട് വരണം. പിന്നെ ഇപ്പോൾ ക്ലിയർ ഉണ്ട്. അപ്പോൾ പോയിട്ട് വരാം. എവിടെ കീഴ്ത്തോ? വാ വാ വാ.
അപ്പോൾ ഞങ്ങളിനി ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് അവനെ പോയി കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ആശാന് ഇപ്പോൾ വേദന ഇല്ലാത്തതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ല. മറ്റേത് ഇങ്ങനൊന്നും അല്ല, കുറേ ദിവസം മുന്നേ തുടങ്ങും അയ്യോ ആവോ എന്ന് പറയല്ലേ. ഇത് 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവർ കീറില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ കുത്തില്ലല്ലോ, ഇത് ക്ലീൻ ആക്കില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല കുഴപ്പമൊന്നുമില്ല, നിനക്ക് വേദന ഇല്ലല്ലോ, വേദന ഇല്ലാത്ത മുറി എങ്ങനെ പിന്നെ അവർ കുത്തി ചകിയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിച്ചിട്ടാണ് പോണത്. ആയിരിക്കുന്നുണ്ടല്ലേ, കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, എന്നാലും എന്താ പറയുക, തൊള്ളവെട്ടിട്ടൊരു കുറവുമില്ല, ഭയങ്കര ദരിദ്രത്തിലായിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോയിൽ വേഗം ചടയേന്നനെ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കിട്ടി വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ സർജറിക്ക് എങ്ങാനും ഡോക്ടർ കയറരുതേന്നൊരു പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഞാൻ എന്താക്കിച്ച് പോണതിൻ്റെ മുന്നേ തന്നെ വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ മുന്നേ കറിക്കുള്ളത് വാങ്ങി. അതായത് ഏത് സമയത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് ധാരണയുണ്ടാവാത്തതുകൊണ്ട് അന്നാൾ പോയിട്ട് നമ്മൾ 10:30 പോയിട്ട് എന്താ പറയുക 2-2:30 ഇറങ്ങി പോകുന്നത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1/2 കിലോ ബീഫാണ് വാങ്ങി വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ കടകളൊന്നും ഇല്ലെങ്കിലും വലിയ സീനൊന്നും ഇല്ലല്ലോ. ബീഫ് കുറേ ദിവസമായി കണക്കൂട്ടി ബീഫ് മേടിക്കാൻ വേണ്ടി. ഇപ്പോൾ ചിക്കൻ മേടിക്കില്ല, ചിക്കൻ നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീഫ് മേടിച്ചു. ഇവിടുന്നാണ് ഇത് നമ്മുടെ വളാഞ്ചേരി മാർക്കറ്റാണ്, ഇവിടുന്നാണ് നമ്മൾ ബീഫ് മേടിക്കുക. അപ്പുറത്ത് ഞാൻ മീൻ മേടിക്കണ കട കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, കടയല്ല മീൻ മേടിക്കണ ആ ഒരു ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റാൾ. അപ്പോൾ അവിടുന്ന് മീനും മേടിക്കാറ് കേട്ടോ. ഇവിടുന്ന് ബീഫൊക്കെ മേടിച്ചിട്ട് നമ്മളിനി വേഗം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെ വണ്ടി കയറില്ല, അവിടെ എന്തോ കുഞ്ഞൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടി അപ്പുറത്ത് കൊണ്ടേ പാർക്ക് ചെയ്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നേരം വൈകുകയാണെങ്കിൽ നമ്മൾ വണ്ടി പറഞ്ഞയക്കും, ഇല്ലെങ്കിൽ പിന്നെ വണ്ടിയിൽ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അവന് നടക്കാൻ അത്രയും ദൂരം നടത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്താ വെച്ചാൽ നടക്കുമ്പോൾ അവന് വേദന ഉണ്ട്, അത് കാരണം മുറി നല്ലോണം ഉണങ്ങിയിട്ടുമില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ലിസ്റ്റ് രണ്ടാമതും എടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരാഴ്ച ആയല്ലോ, അപ്പോൾ രണ്ടാമതും പുതുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്ടർ ഇല്ലടാ, രാവിലെ അല്ല, ആൾ വൈകിട്ടാണ് അത്ര ഉള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. വെറുതെ പോയി അവിടെ ചെന്ന് ലിസ്റ്റ് എടുത്തപ്പോഴേക്കും ഡോക്ടർ ഉച്ചരിഞ്ഞിട്ടില്ല, ഇല്ല എന്നല്ല. അപ്പോൾ നമുക്ക് ഉച്ചരിഞ്ഞിട്ട് പോവാം. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ളതൊക്കെ വാങ്ങി, ബീഫ് വാങ്ങി. ഇനി ബീഫ് വരട്ടണം, ചോറുണ്ടാക്കണം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ വീഡിയോ ആണ്. ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഉച്ചയാകുമ്പോഴത്തേക്കുള്ളത് റെഡിയാക്കട്ടെ, എന്നിട്ട് പിന്നെ അടിച്ചോരി തുടക്കണം, ലൈവ് പോവാണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് 2 ആൾ കിടക്കണ കിടത്തം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു 10 മണിയാവും നീക്കാൻ തന്നെ വേണ്ടിയിട്ട്. നീറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ഉള്ള കിടത്താണ് ഈ കാണുന്നത്. ഇനി നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കിടന്നോളും. ഇങ്ങനെ ഒരു 2 ചുക്കിനും ചുണ്ടാവിനും കൊള്ളാത്ത ഏതെങ്കിലും കണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഇനിയും പിടിച്ച് കിടത്തും വീഡിയോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മൂടി പൊതിച്ച് കിടന്നുറങ്ങാം. കണ്ടോ വേണ്ട ഗൈസേ, അവിടെ പണിയാ പുള്ളിയൊക്കെ പുള്ളി പിന്നെ ഞാൻ നല്ല ചോയം കടിക്കും ഗൈസേ. ഇതാണ് നമ്മുടെ ബീഫ്. ഇതൊരു നേരത്തെ സീന്. അങ്ങനെ നാളേക്കിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഗൈസ്. അങ്ങനെ ഒന്നുമില്ലാത്തത് മതി ഞങ്ങൾക്ക്, ചാറ് മതി ബീഫിൻ്റെ. ഇവിടെ 2 ആളുണ്ട്. ഞാൻ ക്യാമറ ഇങ്ങോട്ട് തിരിക്കും. അപ്പം നിങ്ങൾ പറയണം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ 2 ജന്തുക്കളുണ്ടോ ഇല്ലയോ എന്നാ. ഇങ്ങോട്ട് തിരിക്കും. എന്തുവാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മള് ബീഫ് കറി അല്ല ബീഫ് വരട്ടലും പപ്പടം കാഴ്ചതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഉള്ളി കാര്യങ്ങളൊക്കെ കമ്മനും പൂജ ഉണ്ടാക്കി തരും. അല്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു കഷ്ണം ബീഫേ കൊടുക്കില്ല. പൂജ അങ്ങനെ നിൽക്കണോ. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു. അപ്പൊ മോള് പറഞ്ഞു അത് ശരിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേണം പൂജ കിടന്നുറങ്ങാൻ. അതുകൊണ്ട് കേസേ ഇല്ലെങ്കിൽ പൂജ ഉറങ്ങില്ല. കട്ട് ചെയ്യുന്നു. അണ്ണൻ്റെ SLC പ്രാവശ്യം SLC എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ മാർക്ക് ആരും ചോദിക്കണ്ട. പിന്നെ ടീച്ചർ കേറ്റു ക്ലാസ്സിൽ തന്നെ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു കേട്ടാണ്ടിരിക്കും. എൻ്റെ കുന്തളിപ്പ് കഴിഞ്ഞു, കണ്ണൻ്റെ കളി കഴിഞ്ഞു. കണ്ണനെ നീ ഇവിടെ ഇട്ട് പൂട്ടു. ഞാൻ കണ്ണവിടെ തക്കാളി ഉണ്ടാക്കുക, ഉള്ളി ഉണ്ടാക്കുക, ചെറുള്ളി ഉണ്ടാക്കുക ഒരാഴ്ചത്തേക്ക്. അങ്ങനെയൊക്കെയുള്ള ബാലവേലകൾ കണ്ണനെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാലുകൊണ്ട് വയ്യാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കൈ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് കൊടുക്കും. ഇതാ ഇരിക്കണം, വേഗം ചെയ്യില്ലടാ. 2 ആൾക്കും ഇവർക്ക് 2 ആൾക്കും ഭയങ്കര അടിയാ. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. ഇത്രയും പോകുന്നുണ്ട്. പൂജ അതിലും കഥയാണ്. പൂജ ഒന്നല്ല, രണ്ടും കണ്ട ഒന്ന് പറഞ്ഞ അപ്പൊ അതിലപ്പുറം പിടിച്ചിട്ട്
കണ്ണനും നിങ്ങളുടെയൊക്കെ കൊഞ്ചൽ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളുണ്ട്. വിഷമിക്കണ്ട, ഞാനത് കട്ട് ചെയ്യാതെ ഇടും. എനിക്ക് സന്തോഷം, ഞാനത് അപ്പൊ പിടിക്കാൻ പറ്റിയതൊക്കെ നന്നായി. കണ്ണം എന്റെ കണ്ണം പാവന്നൊക്കെ പറയാറില്ല നിങ്ങള്? പൂജോ പൂജു ഇനി ഇല്ല, നല്ലൊരു കുട്ടി എന്നല്ലേ പറയാ. ഞാൻ മൊത്തം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം മക്കളെ, നിങ്ങള് വിഷമിക്കണ്ട. ഇവര് ഭയങ്കര സാധനം വീഡിയോ ഓൺ ആക്കി. അയ്യോ പൂജുവിനൊക്കെ സീന് കണ്ട 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 പറഞ്ഞോ. കേക്ക് വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് വന്നു, അതൊക്കെ ചിലപ്പോൾ എടുക്കാതെ വെച്ചിട്ടുണ്ടാവും. എന്നാ അപ്പൊ ഞാനിത് വേഗം കഴുകി വൃത്തിയാക്കി. ഇത് വലിയ പീസുകളല്ല പീസുകളാണ്. അപ്പൊ നല്ല ലിവർ ഉണ്ട്. ആ ലിവർ ഞാൻ മുറിക്കാണ്ട് നല്ല കിട്ടുള്ളൂ. ചേച്ചിക്കാണ് ലിവർ, നമുക്ക് കരളോ ഇഷ്ടമല്ല. ഉറപ്പല്ലേ? എനിക്ക് ലിവർ ഞാൻ ഇടുന്നില്ലല്ലോ. ബീഫിന്റെ ലിവറാ? ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നു. എനിക്ക് ഇൻസ്റ്റയില് എന്റെ ഒരു വീഡിയോ 1 മില്യൺ, അയ്യോ അതാണ് ആദ്യം പറയണ്ടായിരുന്നു, 1 മില്യൺ ആയിട്ടുണ്ട് ഗൈസ്. അതിന്റെ ഭാഗമായിട്ട് പൂജയും കണ്ണനും കൂടെ എനിക്ക് ചെലവ് തരും വൈകുന്നേരം. ആയോരാണ് ചെലവ്. ആയവരല്ല ചെലവരല്ല, ആയ വീട്ടിൽ നിൽക്കണ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ചെയ്തോർക്കാണ് ചെലവ് തരേണ്ടത്. പൂജന്റെ നല്ല പിടിപ്പ് പൈസ ഉണ്ടാവും. പൂജ ഇങ്ങനെ പൂട്ടി വെക്കും, കീരി പൂത്ത. പൂജ തരണ്ട വീഡിയോയിൽ ഞാൻ ഉണ്ട്. അയ്യും തരണം. ഞാൻ പിന്നെ ഞാനുള്ള വീഡിയോയില് വന്നു. അയ്യ ഞാൻ പറഞ്ഞിരുന്നു. ഇവന്റെ ഇപ്പത്തെ വർത്താനം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പത്തതും കൂടെ അതിലിടണം. പൂജ കട്ട് ചെയ്യാൻ പൂജ കയറിക്കൊണ്ടു ഒരു പൊടിക്ക് കട്ട് ചെയ്യണ്ട പൂജ. ആ ബെഡിലടി കയറി കടന്ന മുതലുള്ള സാധനം ഇറങ്ങണ വരെ അധികം എടുക്കണം കേട്ടോ പൂജ. പൂജ മൊത്തം കണ്ടിട്ടില്ല. അപ്പൊ എന്നിട്ട് നിങ്ങൾ പറയണം, ഇപ്പൊ എന്താ നീരസ്യം, ഞാൻ എന്ത് ചെയ്യോ? ഞാൻ പിന്നെ പാവല്ലേ, നമ്മുടെ മക്കള് വെയ്യാണ്ട് കിടക്കണത് ഇങ്ങനെ വീഡിയോ എനിക്ക് അപ്പൊ പറ്റാത്തോണ്ടാണ്. ഇന്ന് ഞാൻ എന്തായാലും ഇപ്പൊ പതിക്കാൻ അവന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ പറയാ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. എനിക്കെതിരൊരാൾ വീഡിയോ എടുക്കാൻ ഞാൻ എടുക്കും. ഞാൻ കേട്ടോ വീട്ടിൽ രണ്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കതും അടിയാവും കേട്ടോ. ഒന്ന് തോണ്ടിയാൽ മതി, അപ്പോഴേക്കും ഒരാൾ അടിക്കുകയോ അടിച്ചാൽ മതി. പിന്നെ പറയേ വേണ്ട. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ട്രോളിലും കാര്യങ്ങളും. ഒരാൾ പറയുമ്പോൾ ഒരാൾക്ക് പറ്റില്ലേ, പിന്നെ കയ്യാങ്കളിയാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ ഒരു ഭദ്രകാളി തുള്ളലുണ്ടാവും. പിന്നെ കുറേയൊക്കെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം എന്നാണെങ്കിൽ കുറച്ച് സൈലൻ്റ് ആവും കേട്ടോ. ഞാനിത് വീഡിയോയിൽ പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു ചെറുതിൽ. അമ്മ പറയും അടുപ്പം കല്ല് കൂട്ടിയ പോലെ 3 ഉള്ളൂ, എപ്പം കണ്ടാലും അടിയാണ്, ലക്ഷണക്കേടാണ് വീട്ടിൽ ഇങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറയാറുണ്ട്. സെയിം ഡയലോഗാണ് ഇപ്പോൾ ഞാനും പറയാറ് കേട്ടോ. 2 ഉള്ളൂ, എപ്പം നോക്കിയാലും കലഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കലഹമല്ലാതെ അവരുടെ ആ ഒരു പ്രായത്തിൽ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ കുറേയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ബീഫിലേക്ക് ഉണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പെരുംജീരകം ചതച്ചത്, 1 പിടി ചെറിയുള്ളി, 2 പച്ചമുളക്, പിന്നെ തക്കാളി. 2 പച്ചമുളക്, 1 പച്ചമുളക് പൊട്ടായിരുന്നു. അപ്പോൾ 1 ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു ഉണ്ടൊക്കെ തക്കാളി ആയിരുന്നു കേട്ടോ. അത് 1 ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടില്ലേ നല്ലോണം കൈ വെച്ച് ഞെരടി യോജിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മാറ്റി വയ്ക്കാം. നമുക്കിവിടെ സമയമുള്ളതുകൊണ്ട് നമ്മൾ 1/2 മണിക്കൂർ മാറ്റി വെച്ചു. എന്താ വെച്ചാൽ പൊട്ടൻ ചന്തയ്ക്ക് പോയ പോലെ നമ്മൾ പോകുമല്ലോ. അവിടെ ചെന്നപ്പോൾ എപ്പോഴും ഞായറാഴ്ച പകലാഴ്ച രാവിലെയാണ് ഡോക്ടർ ഉണ്ടാവുക. ഇന്ന് ചെന്നപ്പോൾ ഇല്ല, ആൾ വൈകുന്നേരമാണ്. അറിഞ്ഞുമില്ല, ഞാനാണെങ്കിൽ വിളിച്ചുമില്ല. അപ്പോൾ വെറുതെ പോന്നു. ഇനിയിപ്പോൾ ഉച്ചരിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. വേഗം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ബീഫ് ഇങ്ങനെ ഒരു പെരണ്ട പോലെ ഉണ്ടാക്കിയാൽ മതി. ഡ്രൈ ഫ്രൈ ആക്കണ്ട. കണക്കുട്ടിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ നല്ലോണം വരട്ടിയെടുക്കണം, ബ്ലാക്ക് കളറാക്കിയിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടം. ഇപ്രാവശ്യം ഇനി അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കണക്കുട്ടിയും പൂജിട്ടിക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ വയ്ക്കാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇരിക്കുന്ന പാത്രങ്ങൾ, ബീഫാക്കിയ പാത്രത്തിന് ഒരു ഉളുമ്പ് മണം ഉണ്ടാവുമല്ലോ, അത് ഒരുപാട് പ്രാവശ്യം വിമൊക്കെ ഇട്ട് കഴുകി നമ്മുടെ ബേസിലേക്ക് ഇത് എന്താ പറയുക ദൈവമേ, ബേസിൻ അതും കൂടെ കഴുകി വൃത്തിയാക്കി ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു മണം പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് മണം ഉണ്ടാവില്ല, പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കയ്യോടെ അങ്ങോട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ.
വാഷ് ബേസൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചിട്ട് കിച്ചണൊന്ന് വേഗം അങ്ങോട്ട് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. എന്താ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എൻ്റെ പൊടി എനിക്കിതിങ്ങനെ കാലിൽ പൊടിയാവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചെരുപ്പിട്ടിട്ടാണ് ഞാൻ മിക്കതും നിൽക്കാറ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മറക്കും. മുന്നേ തണുപ്പൊക്കെ ആകുമ്പോൾ ഞാൻ വേഗം ഇടും. എന്താ വെച്ചാൽ എനിക്ക് കാല് കടച്ചിൽ വരും. അപ്പോൾ അത് കാരണം ഇപ്പോൾ പിന്നെ ഞാൻ ഇടാറ് മിക്കതും കുറവാണ്. ചെരുപ്പ് അവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഞാൻ ഇവിടേക്കും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ച് വാരി ഇട്ടാൽ ഒരു വൃത്തിയല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ. ബീഫ് വേവാൻ വേണ്ടി സമയമുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആക്കി വെക്കുകയും ചെയ്തല്ലോ. ഇപ്പോൾ എക്സ്ട്രാ ഒരു ഉപ്പേരി കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല, ബീഫ് ഉള്ളതുകൊണ്ട് നമുക്ക് അതന്നെ മതി. അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇത് പിന്നെ ഞങ്ങൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് കിടക്കണേ മെഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്ന റൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 3-4 തലാണ ഉണ്ടാവും. ആ തലാണയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഈ ഒരു ബെഡ്ഷീറ്റില്ലേ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ വിരിച്ചിട്ട് അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് എല്ലായിടും അങ്ങോട്ട് അടിച്ചു വാരിയിടാൻ വിചാരിച്ചു. എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഈ പരിപാടി നടന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ഒരു സമാധാനക്കേടാണ്. അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കരട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ധാരാളം സമയം കിടക്കുന്നുണ്ട്. ബീഫാവാൻ ഇങ്ങനെ പോയാലും ഒരു 5-8-9 വിസിലാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒതുക്കി പെറുക്കിക്കലും അടിച്ചു വാരലൊക്കെ കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കൺമഷി പൊട്ട് ചാന്തക്കിടുന്ന ബോക്സ്. ഇതിലില്ലാത്ത കുണ്ടാമണ്ടികളില്ല കേട്ടോ. എന്ത് കിട്ടിയാലും ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് അതിനകത്ത് മാർക്കറും ക്രയോണും അതും ഇതും ഒഴിവാക്കേണ്ടതും പിന്നെ സൺസ്ക്രീൻ കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് ഞാൻ തോണ്ടിയെടുക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ അതിനകത്ത് ഉള്ളത് മൊത്തം ഊറ്റിയെടുക്കും. അതിൻ്റെ ബാക്കി എല്ലാം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്കിങ്ങനെ തോന്നുന്ന സമയത്ത് ഞാനതെല്ലാം കൂടെ വൃത്തിയാക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അന്ന് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങൾ മാത്രം വെച്ചു. പിന്നെ നമ്മുടെ മണി പ്ലാന്റിൻ്റെ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് വൃത്തിയാക്കി ഇങ്ങോട്ട് അടിച്ച് വാരി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ വൈകിട്ട് തുടച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് തുടയ്ക്കാൻ വേണ്ടി നിൽക്കണില്ല. വിളക്കൊടുത്തുന്നതിന് മുന്നേ തുടച്ചാൽ എനിക്കൊരു സമാധാനം, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിച്ച് വാരി ഇടണേ ഉള്ളൂ കേട്ടോ. ഇവിടെ അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് 1 വർഷത്തിൻ്റെ മേലെ ആയിട്ടോ. 1 വർഷമല്ല, 1 വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട് മേടിച്ചിട്ട്. നല്ലതാണ്. ഈ എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു നല്ലോണം വൃത്തിക്ക് കിടക്കാത്തതെന്ന് വെച്ചാൽ ബെഡല്ല. ഞാൻ ഈ തുണിയോടുകൊണ്ട് നിറച്ചിട്ടുള്ള ബെഡും അങ്ങനെ ഉണ്ടാക്കിയതും ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഈ കട്ടിൽ കിടക്കുമ്പോഴേ ബോഡി പെയിൻ അടിക്കും, വേദനിക്കും, മേല് വേദന വരും. ഇത് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും മേല് വേദന ഇതിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാതിരി ബെഡാണ് ഞങ്ങളുടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് ചാവും. അപ്പോൾ ബെഡ്ഷീറ്റ് ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും കൂടെ ഇളകാണ്ട് കിടന്നോളും. നല്ലതാണ്. ഞാൻ ലിങ്ക് ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കയറി മേടിച്ചോളൂ. കണ്ണും പൂട്ടി മേടിക്കാം കേട്ടോ. അപ്പോൾ പുതപ്പൊക്കെ അല്ലേ ഇവരുടെ അടുത്ത് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ മടക്കി വയ്ക്കാൻ പറയണതാണ്. അതൊരു തോന്നിയ പോലെയൊക്കെയായിരിക്കും മടക്കി വയ്ക്കുക. അതിൻ്റെ ഒരു ഭാഗം മൂലം അങ്ങോട്ട് ചാടിയിട്ടും ഒക്കെ ഒരു വൃത്തിയില്ലാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി പെറുക്കി മടക്കി വൃത്തിയാക്കി വെച്ച് എല്ലാവരും കൂടെ അടിച്ച് വാരിയിട്ട് തുടച്ച പോലെ വൃത്തിയായി കിടന്നോളൂ കേട്ടോ. അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ എനിക്ക് എത്ര ആയാലും ഒരു വൃത്തിയായ പോലെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒതുക്കി പെറുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 9:30 കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലായിരിക്കും. രാവിലെ ഇവിടെ വന്നിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു 5:45-6 മണിക്കായാൽ നല്ല സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ആ സമയത്ത് തന്നെ ഇവിടെയൊക്കെ നല്ല ചൂടുണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഇത്രയും വെയിൽ ഇത്രയും നേരം അടിക്കല്ലേ. നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഷൂ റാക്ക് മേടിച്ചതാണ്. 230 രൂപയുള്ളൂ. പക്ഷെ നല്ലൊരു ഉപകാരമായി. മറ്റേത് ഉമ്മർത്ത് ഇങ്ങനെ ചെരുപ്പിൻ്റെ മേലെ ആയിരിക്കും. എന്നാൽ ചെരുപ്പുണ്ടോ കാര്യത്തിന് നോക്കുകയാണെങ്കിൽ ഇല്ലേ ഇനിയും. ഇപ്പോൾ വൃത്തിയിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ നല്ലോണം കഴുകിയിട്ട് മാക്കം കുറച്ച് വെള്ളം കൂടി കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. ബീഫ് ഇതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വഴറ്റാനുള്ള പരിപാടി നോക്കാം. ഉരുളി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ബീഫ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ചങ്ക് പൊട്ടും വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ എടുക്കുമ്പോൾ. മറ്റത് ഞാൻ ലാവിഷായിട്ട് വെളിച്ചെണ്ണ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന ആളാണെന്നറിയോ. എന്നിട്ട് അതിനകത്തേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ട് കൊടുത്തു, നമ്മുടെ സവാള ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതൊരു ബ്രൗൺ കളർ ആവട്ടെ. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില പിശുക്കാനുള്ളൂ, എന്താ വെച്ചാൽ ഇല്ല നമ്മുടെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൊടികളായിട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് ചേർത്തത് ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ വഴറ്റല്ലയിലേക്ക് ഞാൻ ചേർത്തിട്ട് നമ്മുടെ വെന്തിരിക്കണേ ബീഫ് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്നും ഇങ്ങോട്ട് കുറുകി വരണം. കുറച്ച് സമയം അങ്ങനെ ചെറിയ രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കളർ മാറാനുണ്ട്. ആ സ്റ്റേജിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കുറച്ച് 4 പപ്പടം അങ്ങോട്ട് കാച്ചാൻ വിചാരിച്ചു. ബീഫ് വരട്ടിയതും നമ്മുടെ പപ്പടം കാച്ചിയതും നാരങ്ങാച്ചാറും. എൻ്റെ പൊന്നു വേറെ ഒന്നും വേണ്ട. ഉപ്പേരി ഞാൻ ഉണ്ടാക്കണില്ല. എന്തിനാ വെറുതെ ആർമാദം എന്ന് വിചാരിച്ചിട്ട്. പപ്പടം പിന്നെ ലാവിഷായിട്ടുണ്ട്. ഒരാൾ 3 വെച്ച് കഴിക്കും. ഇവിടെ 3 ആളും പപ്പട കൊതിയന്മാരും കൊത്തിച്ചുകളുമാണ് കേട്ടോ. ലാസ്റ്റ് ഇതാ എടുക്കേണ്ട സ്റ്റേജ് ആയപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ബീഫ് വരട്ടിയതും ചൂടുള്ള ചോറും പപ്പടവും നാരങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ട് സൺഡേ അങ്ങോട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചത്. സൺഡേ വ്ളോഗാണല്ലോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ചെയ്യാൻ പറ്റുന്നിടത്ത് വെച്ചാൽ ഇതിൽ എടുക്കാൻ പറ്റുന്നിടത്തോളം മൊത്തം എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ മക്കളെ.
എൻ്റെ നാരങ്ങച്ചാറില്ലേ അലിഞ്ഞിങ്ങനെ എന്തുപോലെ ആയിട്ടുണ്ടെന്ന് അറിയോ, അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. നാരങ്ങച്ചാറ് പഴകണോളാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളുടെ സൺഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ബീഫ് ഇങ്ങനെയാണോ നിങ്ങൾ വെക്കുക എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ നടക്കേ പോ പോ എനിക്ക് പേടിയാടാ. അതിന് കുറേ നോക്കി കണ്ട് കഴിച്ചടാ മാത്രം എടുത്ത് നമുക്ക് ചോറ് വേണ്ടേ? ഡാ നോക്ക മാത്രം നക്കി തുടങ്ങിയാണ്. മനുഷ്യന്മാരെക്കാളും ബുദ്ധിയാ. ബാ അങ്ങനെ തന്നെ അന്ന് ചെയ്തത്. ചെമ്മീൻ മാത്രമാണ് കഴിച്ചു, എന്നിട്ട് ചോറ് അവിടെ വെച്ചു. ഇപ്പം നോക്കിയാലും വിറ്റങ്ങനെ തന്നെയാണ് കേട്ടോ ചോറ് കൊണ്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ഫുള്ളും കഴിക്കാറുണ്ട്. ഇത് ആരും വന്നിട്ട് കഴിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഏത് പൂച്ചയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. ഇവരെപ്പോഴും മീനാണെങ്കിൽ ആദ്യം മീൻ പെറുക്കി കൊണ്ടുപോകും, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ പീസ് പെറുക്കി കൊണ്ടുപോകും, ബീഫ് ആണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ അമ്മയും മക്കളും കൂടെ മുഴുവൻ കഴിക്കുമെന്ന് അറിയില്ല. വെച്ച് കൊടുത്ത് പിന്നെ ഞാൻ വൈകിട്ട് മുറ്റടിക്കാൻ പോയപ്പോഴല്ലേ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദാ ഫുഡൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞ് ഞാൻ ലൈവിൽ ഒന്ന് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ ഞാനൊരു 3 മണിക്ക് ലൈവിൽ കയറി 4 മണിയാകുമ്പോഴേക്കും ലൈവ് അവസാനിപ്പിച്ചിട്ട് ഒരു 4:30 ആയപ്പോഴത്തേക്കും ഞാൻ എന്താക്കി വെച്ചാൽ വേഗം അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നല്ലേ, നമ്മളപ്പോൾ അടിച്ച് വാരിയിട്ടതല്ലേ, തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഷടേന്നനെ തുടക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴേക്കും വിളക്ക് വെക്കേണ്ട നേരമാവും. അപ്പോൾ പിന്നെ പോയി വരുമ്പോൾ ഇതെല്ലാം കൂടെ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് വേഗം തുടച്ചിട്ട് വേഗം പോവാം കേട്ടോ. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര നേരം അവിടെ നിൽക്കേണ്ടായിരുന്നു എന്നൊരു ധാരണ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും തുടയ്ക്കാറില്ല എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ എനിക്ക് അത്രയും വേഗം ഞാൻ തുടയ്ക്കാറില്ല. ഒരു വിധം വയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തുടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പോയാലൊരു ആ ഒരു വിളക്ക് വയ്ക്കുന്ന സമയത്ത് കടന്ന് ശക്കര ശ്വാസം വലിച്ചിട്ട് തുടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് തുടച്ചിട്ടില്ലെങ്കിൽ എന്തൊരു വീർപ്പ് മുട്ടൽ പോലെ തോന്നും. അപ്പോൾ ഏതായാലും ഞാൻ അതിന് നിൽക്കണ്ടല്ലോ, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചടപടയെ തന്നെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സമയമുണ്ടല്ലോ, വേഗം തന്നെ നമുക്ക് തുടച്ചെടുക്കാം. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. 6 മണി വരെ ഡോക്ടറിനെ ഞാൻ വിളിച്ചു. ആൾ 6 മണിക്ക് പോവുള്ളൂ. 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 6:30 വരെയൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അടിച്ചു വാരി തുടച്ച് കുളിച്ചിട്ട് വേഗം പോകാമെന്ന് വെച്ചു. ബാക്കിയുള്ള വെള്ളങ്ങൾ നമ്മൾ ഇവിടെയുള്ള കുഞ്ഞു ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുളസിയൊക്കെ ഞാൻ നട്ടതൊന്ന് കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കരിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെയാണ്. അപ്പോൾ അത് കാരണം അതിലെല്ലാത്തിനും വെള്ളം കൊടുക്കാം. നമ്മുടെ മുരിങ്ങയിടയിലേക്ക് എല്ലാത്തിനും. ഇത് മറക്കും ഞാൻ ചില ദിവസങ്ങളിൽ. അപ്പോൾ വിറ്റ വാടാണ്. ഞാൻ പൂജിറ്റിയോട് പറയും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കാണുകയാണെങ്കിൽ ഒന്ന് നനയ്ക്കണേ കുഞ്ഞാന്നുള്ളത്. അവളത് എന്നെക്കാട്ടിലും കഥയാണ്, അവളും മറക്കും ഞാനും മറക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും തെറ്റിത്തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒക്കെ മറക്കുകയല്ലേ, അത് വിചാരിച്ചിട്ടാണ്. ഇനി രാവിലെ വൈകുന്നേരം നനച്ചു കൊടുക്കണം. അപ്പം നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുരിങ്ങയ്ക്കും നമ്മുടെ എന്താ പറയുക വേപ്പിലേക്കും എല്ലാത്തിനും നനച്ച് കൊടുത്തു. ഇവിടെ അധികം കരടൊന്നുമില്ല. പിന്നെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ആ പാത്രം മൊത്തം കാലിയാക്കിയിട്ടുണ്ട്. അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ നോക്കിയപ്പോൾ അപ്പോഴാക്കി സമാധാനമായത്. ഇനി ഇവരാണോ ഇനി വേറെ ഏതെങ്കിലും പൂച്ചകളാണോ എന്നറിയില്ല, ആരായാലും കഴിച്ചാൽ മതി. കഴിച്ചിട്ടുണ്ട്, നാശാക്കിയിട്ടില്ലല്ലോ. നാശാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു പോലെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവർ ഫുള്ളും കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അടിച്ച് വാരി ഇവിടെ അങ്ങോട്ട് കൂട്ടും. കുറേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് കത്തിക്കും ഇവിടെ വെച്ചിട്ട്. അത്ര തന്നെ ഉണ്ടോ. ഇനി ഉമ്മർത്തേക്ക് നമ്മൾ ആ തുളസിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക വീട്ടുകൾക്ക്. ആദ്യം എടുത്ത വെള്ളത്തിൽ സോപ്പിൻ്റെ പൊടി ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഞാൻ ഒഴിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ നല്ല വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് തുടച്ചിട്ടില്ല എന്ന് അപ്പോഴാണ് അറിയണ ബുദ്ധി എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിനാവും ഞാൻ വരിക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റെപ്പ് ഇവിടെ തുടച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ കൂടെ ലാസ്റ്റാണ് അത് ഓർമ്മ ഉണ്ടായത്. കാണണം അങ്ങനെ മോപ്പൊക്കെ. അപ്പോഴാണ് എനിക്ക് ചില സമയങ്ങളിൽ എന്താ വെച്ചാൽ ഒരു മൈൻഡ് മൊത്തം നമുക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ മൈൻഡിലാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഒരു മറവി ഉണ്ടാവും എനിക്ക് കേട്ടോ. അതിപ്പോൾ കുറേ ആയിട്ട് നല്ല മറവിയുണ്ട്. അപ്പോൾ ചെരുപ്പടാ ഉറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ആയി. ബാക്കിയുള്ള കാര്യമൊക്കെ വലിയ സെറ്റലും താഴേക്കും നോക്കി കഴിഞ്ഞാൽ ചെരുപ്പ് ആകെ കൂതറ മട്ടിലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പൊടി ഇവിടെ ഹൈസ്കൂളിൽ പോയല്ലോ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല പൊടിയും കാര്യങ്ങളും ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു പൊടി അവിടെ ഉണ്ട്. പിന്നെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യോടെ വേഗം തന്നെ ഇപ്പം അങ്ങോട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഇനി ഞാൻ മറക്കും. അപ്പോൾ ഇത് ഉമ്മർത്ത് കൊണ്ടിടുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഉമ്മർത്തുള്ള തുളസിക്കും കൂടെ നനച്ചു കൊടുക്കാം. എന്നാൽ ഒരു സമാധാനം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എല്ലാത്തിനും നനച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കരിഞ്ഞ് നിൽക്കണം നമ്മൾ നട്ടതാണ് വെച്ചാൽ അവിടെ നിന്നൊക്കെ പറിച്ചിട്ട് ഈ പൊന്ത വെട്ടുന്ന സമയത്ത് പുല്ലൊക്കെ വെട്ടാൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതിന് കുറച്ച് ദിവസം ഒരാഴ്ചയോളം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് ആൾക്ക് ഉണങ്ങി മലരായിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ചപ്പുണ്ട്. ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഴ ഉണങ്ങിയിട്ടുള്ള ആ ഒരു ഇല ഇല്ലേ, അത് പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഉമ്മറത്തിട്ടിട്ട് പോണതാ തോന്നുന്നു. അപ്പോൾ അതും കൂടെ കയ്യോടെ ഇനിയിപ്പോൾ ഏതായാലും ആയി അതും കൂടെ ഇങ്ങോട്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അധികം കരടും കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡിൽ കണ്ടില്ലേ കരട് കാണാനില്ലേ, കുറച്ച് കടലാസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് അടിച്ച് വാരിയിട്ട് ഇവിടേക്ക് അങ്ങോട്ട് ഇടുക ചെയ്യാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടിച്ച് വാരി അപ്പുറത്തങ്ങോട്ട് കൊണ്ടേ കൂട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ പിന്നെ അടിച്ചു വരാനൊക്കെ സുഖമാണ്. ഇനി വരണ പച്ചപ്പുള്ള പുല്ലൊക്കെയും ഞാൻ പറിച്ചിടും, അല്ലെങ്കിൽ പിന്നെ കാടും മൊന്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി വേഗം പോയി കുളിക്കട്ടെ കേട്ടോ. കേസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ കേട്ടോ. ഇനി 4 മണി മുതൽ 6 മണി വരെ ഡോക്ടറുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മെല്ലെ പോകണം, വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല, മെല്ലെ നടന്നു പോകണം. കുളമകലത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. അയ്യോ എല്ലാം കഴിഞ്ഞ് മേലെ എഴുതി ഇതാ ഡ്രസ്സ് മാറി രാവിലെ തന്നെ ഇട്ടത്. അപ്പോൾ പിന്നെ ഇനി ഇതും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് തീരുമാനം. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമായിരുന്നു എന്നൊക്കെ ഇട്ട് തീരുമാനം വിചാരിച്ചു. പൂജിട്ട് അവിടെ ഭയങ്കര പുറപ്പെടലിലാണ്, കണക്കുട്ടിയുടെ പുറപ്പെടൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നിസാറ് പോയിട്ട് വരാം. ഇനിയിപ്പോൾ എന്താ പറയണോ, ക്ലാസ്സിന് പോകാൻ പറ്റിയാൽ നാളെ മുതലാവും പോവും, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയണമെന്ന് നോക്കട്ടെ. എന്നിട്ട് കുത്തിയിട്ട് അവിടെ കുത്തണ് ഇത്തിരി വലുതായ കാരണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം, ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഓക്കെ. ഈ ഒരു ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്, ഞാൻ ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് പറയണം കേട്ടോ. ആകെ 150 രൂപയാണ് മൊത്തത്തിലായിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു മെറ്റീരിയലിനും ലൈസിനും എല്ലാം കൂടെ കൂടിയിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇനി വണ്ണുള്ളതുകൊണ്ട് നിങ്ങൾക്ക് രസമുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞോളൂ, പക്ഷേ എനിക്ക് എന്തോ പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. ബാക്കിൽ കെട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറുതിൽ കുറേ കാലം മുന്നേ പഴയ മോഡലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. കൈ ഇവിടെ ഇങ്ങനെ ലൂസൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് ഇട്ടിട്ട് രസമുണ്ടത് പലവരും പല കണ്ണിലല്ലേ. എനിക്കും പിള്ളേർക്കും ഇഷ്ടമായി. പിള്ളേർ പറഞ്ഞു രസമൊക്കെ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലൊന്നും പറയണം കേട്ടോ. അപ്പോൾ ഈ പാടത്ത് കൂടെ പോയിട്ട് ഈ ഒരു നെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തുടർന്നത്. ഞങ്ങൾ പൊട്ടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ തമ്മനയിലേക്ക് വേണ്ടിയിട്ട് 2 ഫോട്ടോ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പോയി നിന്നതാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ സമയത്ത് നടക്കുമ്പോൾ അല്ലേ കൊതി തരും. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അത്രയും നല്ല ഭംഗിയാണ് വൈകിട്ട് ഈ പാടവക്ക്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മീൻ വണ്ടിയുണ്ട്, അവിടുന്ന് പൈസ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ചില്ലറ ഉണ്ടായിരുന്നില്ല, അവിടുന്ന് ചില്ലറ ആക്കി. നമ്മുടെ നാട്ടുകാരൻ്റെ തന്നെ വണ്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓട്ടോറിക്ഷ. അവിടെ പോയി നിസാറിൽ ഇറങ്ങി ലിസ്റ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇന്ന് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മാമാങ്കന്ന് കാണിച്ചു തരാമെന്നുള്ളത്, കരച്ചിലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് തോന്നുന്നു ആളിന്ന് നല്ല സൈലൻ്റ് ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും നല്ല ഇടയ്ക്ക് ചോദിക്കാനുണ്ടല്ലേ, ഇനി അവരത് അങ്ങനെ പിന്നെയും ചെയ്യുമോ എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു 150 പ്രാവശ്യം ചോദിച്ചോളും. അപ്പോൾ ഇല്ല ഒരു കുഴപ്പമൊന്നുമില്ല, വേദന ഒന്നുമില്ലല്ലോ കാണാൻ. അപ്പോൾ പിന്നെ അങ്ങനെ ഇനി 2ാമത് അങ്ങനെ ചെയ്യുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ കയറി കിടക്കാൻ വേണ്ടി പറഞ്ഞു. സിസ്റ്റേഴ്സൊക്കെ ഇവരെ കാണുമ്പോഴേക്കും ട്രോളാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ പിന്നെ കെട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ലോണം മുറിവൊക്കെ ഉണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെട്ടി കാലിൻ്റെ അവിടെയൊക്കെ തൊലി പോന്നിട്ടുണ്ട് കേട്ടോ. 1 മാസത്തോളം ആയല്ലോ കെട്ടിയിരിക്കുന്നു. അങ്ങനെ അപ്പോൾ കണ്ടില്ലേ മുറിയുടെ അവസ്ഥ ഇതാണ്. ഇതിനെക്കാട്ടിലപ്പുറമായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മുറിക്ക് കുറവുണ്ട് എന്നുള്ളതാണ് പറയണത്. പക്ഷെ അവരിങ്ങനെ അമർത്തി ചവിട്ടുമ്പോൾ ഉള്ളിലേക്ക് ഉണങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ അവർ ഓൾറെഡി അത് കീറിയല്ലോ, മുറി കീറി ഒന്ന് വലുതാക്കിയില്ലോ. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഡോക്ടർ വന്ന് ആൾ നോക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറവുണ്ട്, മുറി ഉണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഒന്നും കൂടെ ഒരാഴ്ചയും കൂടെ കെട്ടാമെന്ന് പറഞ്ഞിട്ട് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഏതായാലും ആയി, ഒരാഴ്ചയും കൂടെ എല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഡോക്ടർ പറഞ്ഞത് ആ ഒരു കീറിയ മുറിക്ക് എത്ര ദിവസത്തെ ഉണക്കം വേണമെന്നാണ്. അപ്പോൾ 9 ദിവസമായിട്ടുള്ളൂ, ഇനി ഒരാഴ്ചയും കൂടെ, ഒരു 4 ദിവസത്തെയും കൂടെ വേണം, 15 ദിവസത്തെ ഉണക്കമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ അവർക്ക് ചായ കുടിക്കുക, എനിക്ക് ചായ കുടിക്കുക, അവർക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ അംബിക ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ ഇലയടയും ഞാനൊരു ചായ, അവിടുത്തെ ചായ ഗംഭീര ചായയാണ് കേട്ടോ. എനിക്ക് ഈ അട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടയിൽ പഴവും കാര്യങ്ങളൊന്നും അവിലൊന്നും എനിക്കിഷ്ടമല്ല, നല്ല ശർക്കരയും നാളികേരവും മാത്രമേ ഇഷ്ടമുള്ളൂ. അതുപോലെ ഏലക്കാപ്പൊടിയും കൂടെ കൂട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പഴമുള്ളതുകൊണ്ട് ഞാനത് കഴിച്ചിട്ട് പിന്നെ കണ്ണക്കുട്ടി നിർബന്ധിച്ചിട്ടൊരു കുഞ്ഞ് പീസ് തന്നപ്പോൾ അതൊരു കഷ്ണം മേടിച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വയറ് നിറയും ഒരു ഇലട ഉണ്ടെങ്കിൽ അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അതെടുത്തത്. ഉള്ളിവടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് അഴിച്ചു വാരി തുടയ്ക്കണം, വിളക്ക് വെക്കണം, അത്ര തന്നെ. ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഗൈസ്. എന്താ പറയുക, ഒരാഴ്ചയും കൂടെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ആ ഒരു കീറിയില്ലേ നമ്മൾ കീറിയൻ്റെ, അപ്പോൾ ആ മുറി കീറിയോണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണക്കാവണമെങ്കിൽ എത്ര ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞു. ഇപ്പോൾ 9 ദിവസമേ ആയിട്ടുള്ളൂ. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പറഞ്ഞാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയായിട്ട് സ്കൂളിൽ പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഫോണിൽ ചാർജ് ഇല്ല, ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കണം, അത്രയുള്ള പരിപാടികൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.